അപ്പോൾ ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ച് തീയൽ വെച്ചാലോ. ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമുക്ക് ഫ്രഷ് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. അമ്മ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇച്ചിരി വലിയ കൊഞ്ചാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ക്ലീൻ ചെയ്തെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ അമ്മ കൊഞ്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മസാലയ്ക്ക് വേണ്ടിയുള്ള സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇത് ഇത്ര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ തീയൽ റെഡിയാക്കാൻ വേണ്ടി തേങ്ങായും തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുത്തിട്ട് ഈ തേങ്ങ നമുക്ക് ഗോൾഡൻ കളർ ആക്കി വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ കുറേ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അപ്പോൾ തേങ്ങയ്ക്കകത്ത് ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികളൊന്നും മൂത്ത് പോവാതെ വേണം നമുക്ക് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് എണ്ണയൊഴിച്ച് കടുകിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇത് ഇത്രയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ചേർത്ത പൊടികടയൊക്കെ പച്ച മണം മാറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഇനി കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൊഞ്ച് ചേർത്തൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഈ മസാലയൊക്കെ ഒന്ന് കൊഞ്ചെ പിടിക്കാൻ വേണ്ടി. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളമൂടെ ചേർത്ത് കൊഞ്ച് നമുക്കൊന്ന് വേവിച്ച് എടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 2 കഷ്ണം പുളിയൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആദ്യം വറുത്ത് വെച്ച് തേങ്ങയുടെ ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല മഷി പോലെ വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ തേങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കൊഞ്ച് നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത വെള്ളമൊക്കെ ഒന്ന് പറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് കരിയാപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഉപ്പും മസാലയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അതും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് തീയൽ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു തീയലിന്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി